യൂട്യൂബ് നോക്കി സ്വയം ശസ്ത്രക്രിയ നടത്തി യുവാവ് ആശുപത്രിയിലായ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ നിന്നുള്ള 32 വയസ്സുകാരനാണ് യൂട്യൂബ് നോക്കി അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയ നടത്താൻ പഠിച്ച് സ്വന്തം വയറു മുറിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒരു സർജിക്കൽ ബ്ലേഡ്, സൂചി, തുന്നൽ ചരട് എന്നിവ സ്വന്തമായി വാങ്ങി ഇയാൾ വയറിൽ 11 തുന്നലുകൾ ഇട്ടതായി ഡോക്ടർമാർ പറഞ്ഞു. നിലവിൽ ആഗ്രയിലെ SN മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാൾ. ഇതൊരു സാധാരണക്കാരന്റെ കാര്യം. ഇനി ഇതേ സർജറി ഒരു ഡോക്ടർ തനിയെ ചെയ്താലോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലിയോനിഡ് ഇവാനോവിച്ച് റോഗോസോവ് എന്ന റഷ്യൻ ഡോക്ടറാണ് സ്വയം അപ്പൻഡിസൈറ്റിസ് സർജറി ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചത്. അതും അങ്ങ് അന്റാർട്ടിക്കയിൽ വെച്ച്. 1960-ൽ സോവിയറ്റ് യൂണിയന്റെ 6ാമത്തെ അന്റാർട്ടിക് പര്യവേക്ഷണ സംഘത്തിലെ അംഗമായിരുന്നു ഡോക്ടർ ലിയോനിഡ് ഇവാനോവിച്ച് റോഗോസോവ്. അക്കൂട്ടത്തിലെ ഏക ഡോക്ടറും ഇദ്ദേഹമായിരുന്നു. 13 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. 1961 ഏപ്രിലിൽ അന്റാർട്ടിക്കയിലായിരിക്കുമ്പോൾ ഡോക്ടർ ലിയോനിഡിന് അപ്പൻഡിസൈറ്റിസ് ബാധിച്ചു. ഇതോടെ കഥ മാറി. പനിയും ഓക്കാനവും വയറുവേദനയും ഒക്കെ ആയിട്ടായിരുന്നു തുടക്കം. ആദ്യം സാധാരണ വയറുവേദനയാണെന്ന് കരുതിയെങ്കിലും പിറ്റേ ദിവസമായതോടെ പനിയും വയറിന് വലതുവശത്തെ വേദനയും കലശലായി. ഇതോടെ തനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡോക്ടർ സ്വയം രോഗനിർണയം നടത്തി. മരുന്നുകൾ കഴിച്ച് ചികിത്സ നടത്താൻ ശ്രമിച്ചെങ്കിലും അവസ്ഥ മോശമാകുകയും അപ്പൻഡിക്സ് പൊട്ടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയും ചെയ്തതോടെ ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെ ശസ്ത്രക്രിയ ചെയ്യും എന്നത് വലിയൊരു ചോദ്യമായിരുന്നു. അതിന് മറ്റൊരു ഡോക്ടർ ഉണ്ടായേ പറ്റൂ. ഏറ്റവും അടുത്തുള്ള സോവിയറ്റ് ഗവേഷണ കേന്ദ്രമായ മിർണിയിലേക്ക് 1000 മൈലിലധികം ദൂരമുണ്ട്. മറ്റു രാജ്യങ്ങളിലെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങളിൽ വിമാനം ലഭ്യമായിരുന്നുമില്ല. കഠിനമായ ഹിമപാത സാഹചര്യങ്ങൾ എന്തായാലും വിമാനമിറങ്ങുന്നത് തടഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായതോടെ റോഗോസോവിന് സ്വയം ഒരു ശസ്ത്രക്രിയ നടത്തുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അങ്ങനെ 1961 ഏപ്രിൽ 30 രാത്രി റോഗോസോവ് ശസ്ത്രക്രിയ ആരംഭിച്ചു. കൂടെയുള്ള ഒരു മെറ്റീരിയോളജിസ്റ്റായ വ്ലാഡിമിർ കൊർഷാക്കിനെയും മെക്കാനിക്കായ സിനോവി ടെപ്ലിൻസ്കിനെയും തന്റെ സഹായികളായി തിരഞ്ഞെടുത്തു. ഒരാൾ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും മറ്റൊരാൾ ലൈറ്റ് പിടിക്കാനും. മൂന്നാമതൊരാൾ സ്റ്റാൻഡ് ബൈ ആയി നിന്നു. സർജറി കണ്ട് സഹായികൾക്ക് ബോധം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനം. മാത്രമല്ല, രോഗിക്ക് ഹൃദയസ്തംഭനം വന്നാൽ എങ്ങനെ CPR കൊടുക്കണം, അഡ്രിനാലിൻ കൊടുക്കണം എന്നതൊക്കെ കൂട്ടുകാരെ റോഗോസോവ് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും തയ്യാറെടുപ്പുകൾക്ക് ശേഷമായിരുന്നു ശസ്ത്രക്രിയ ആരംഭിച്ചത്. വയറിന്റെ വലതുവശത്ത് ലോക്കൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച ശേഷം ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ടായിരുന്നു ശസ്ത്രക്രിയ. ശസ്ത്രക്രിയ മുന്നോട്ട് പോകുന്തോറും അനസ്തേഷ്യയുടെ ഫലം കുറഞ്ഞു വന്നു. അയാൾക്ക് കടുത്ത വേദന അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ശസ്ത്രക്രിയക്കിടെ രോഗിയായ ഡോക്ടർക്ക് ക്ഷീണവും തലകറക്കവും അനുഭവപ്പെട്ടു. ഒരു ഘട്ടത്തിൽ തന്റെ കൈകൾ അനക്കാൻ പോലും പ്രയാസമായി. പക്ഷേ ഇടയ്ക്കിടെ ചെറിയ ഇടവേളകളെടുത്ത് ശസ്ത്രക്രിയ പുരോഗമിച്ചു. ഏതാനും മണിക്കൂറുകൾ കൂടി ശസ്ത്രക്രിയ വൈകിയിരുന്നെങ്കിൽ അപ്പൻഡിക്സ് പൊട്ടി സ്ഥിതി കൂടുതൽ വഷളായേനെ. ശ്രദ്ധാപൂർവം അപ്പൻഡിക്സ് മുറിച്ചു മാറ്റി തുന്നലുകൾ ഇട്ടു. അങ്ങനെ 2 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി അവസാനിച്ചു. രോഗി ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. 5 ദിവസത്തിന് ശേഷം തുന്നലുകൾ നീക്കം ചെയ്ത് 2 ആഴ്ച കൊണ്ട് പൂർണ്ണ ആരോഗ്യവും വീണ്ടെടുത്തു. ഒരു കണ്ണാടിയിൽ നോക്കി സ്വന്തം ശരീരത്തിൽ സർജറി നടത്തുക എന്നത് വളരെ അത്ഭുതമാണ്. ഗതികെട്ടാൽ മനുഷ്യൻ എന്ത് അത്ഭുതവും പ്രവർത്തിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. പര്യവേക്ഷണം പൂർത്തിയാക്കി 1962-ൽ സോവിയറ്റ് യൂണിയനിലേക്ക് മടങ്ങിയ റോസോഗോവിന് ഓർഡർ ഓഫ് ദി റെഡ് ബാനർ ഓഫ് ലേബർ എന്ന വലിയ ബഹുമതി വരെ ലഭിച്ചു. പിന്നീട് ലെനിൻഗ്രാഡിലെ വിവിധ ആശുപത്രികളിൽ അദ്ദേഹം ഡോക്ടറായി ജോലി ചെയ്തിരുന്നു. 1986 മുതൽ 2000 വരെ സെന്റ് പീറ്റേഴ്സ്ബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്യൂബർക്കുലർ പൾമനോളജിയുടെ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ തലവനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 2000-ൽ 66-ാം വയസ്സിൽ ശ്വാസകോശ അർബുദത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. റോസോഗോവ് സ്വയം ശസ്ത്രക്രിയ ചെയ്തു എന്ന് വെച്ച് ആരും ഇക്കാര്യം അനുകരിക്കാൻ നിൽക്കേണ്ട. വൈദ്യസഹായം ഒന്നും ലഭിക്കാൻ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേറെ നിവർത്തിയില്ലാതെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. കൂടാതെ അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണെന്നതും മറക്കാതിരുന്നാൽ നല്ലത്.